إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقي. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതും വിരോധിച്ചതുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കൽപ്പിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും അതിലൂടെ ഈമാനും തഖ്വയും നിലനിർത്തി മുഅ്മിനുകളും മുത്തഖീങ്ങളുമായി ജീവിക്കാൻ മരണം വരെ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 84-ാം അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖ്. സൂറത്തുൽ ഇൻഷിഖാഖിന്റെ ചില കാലിക പ്രസക്തിയെ സംബന്ധിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. 25 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. സൂറത്തുൽ ഇൻഫിത്താറിന് ശേഷം സൂറത്ത് റൂമിന് മുമ്പായി അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇൻഷിഖാഖ്. മക്കിയായ സൂറത്താണ്. ഹിജറയുടെ തൊട്ടു മുമ്പാണ് ഈ സൂറത്ത് അവതരിച്ചത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. 2, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളിൽ സുഅദ ആരാണ്, അഷ്ഖിയ ആരാണ്, അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഭാഗ്യവാന്മാരാരായിരിക്കും, നിർഭാഗ്യവാന്മാരാരായിരിക്കും. 3-ാമത്തെ കാര്യം സൂഉൽ ആഖിബ, മോശമായ പര്യവസാനം ചില ആളുകൾക്കുണ്ടാകും, അതാർക്കാണ്. 2 വിഭാഗം അഹ്ലിനെ കുറിച്ച് പറയുന്നു, അതാണ് 4-ാമത്തെ കാര്യം.
കുടുംബത്തെക്കുറിച്ച് പറയുന്നു. ഈ സൂറത്ത് മറ്റേത് സൂറത്തുകളെയും പോലെ തന്നെ ഒരു ശക്തമായ ഉണർത്തലാണ്, ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ആവശ്യമായ ചില മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ സമാഉൻ ഷഖത്ത്, ആകാശം പൊട്ടിപ്പിളർന്നാൽ. ഇദ സമാഉൻ ഷഖത്ത്, ഈ വാക്കിൽ നിന്നാണ് ഇൻഷിഖാഖ് എന്ന് ഈ സൂറത്തിന് പേര് വരാൻ കാരണം. ഇൻഷഖ എന്ന് പറഞ്ഞ പൊട്ടിപ്പിളരലാണ്. ആകാശം അതിശക്തമായ സാന്ദ്രതയേറിയ ഒരു സൃഷ്ടിയാണ്. അല്ലാഹു ഖുർആനിൽ ആകാശത്തെക്കുറിച്ച് പറഞ്ഞത് അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ ബനാഹ, നിങ്ങളാണോ സൃഷ്ടിക്കാൻ പ്രയാസമുള്ള സങ്കീർണമായ സൃഷ്ടി? അതല്ല, ആകാശലോകമാണോ? ആ ആകാശത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴെ മനുഷ്യൻ ജീവിക്കുകയാണ്. ആകാശം ഒരു വീടിന്റെ റൂഫ് പോലെ, ഒരു മേൽക്കുര പോലെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. ഭൂമി മുഴുവനായി ഒരു വീടായിട്ടെടുത്താൽ ആ വീടിനകത്തുള്ള ആളുകളാണ് പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വീടിനകത്തുള്ള ആളുകളാണ് രാജ്യങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെയായി അതിർവരമ്പുകൾ കെട്ടി ഇറാൻ വിട്ട മിസൈല് ഫലസ്തീനിന്റെ മുകളിലൂടെ ഇസ്രായേലിലേക്ക് പറക്കുന്നത് കാണുമ്പോൾ ഫലസ്തീനിലെ മക്കൾ തുള്ളിച്ചാടുന്നു. അതിനൊരു കാരണമുണ്ട്. അതിന് മതപരമായ കാരണമുണ്ട്, രാഷ്ട്രീയപരമായ കാരണമുണ്ട്. ആകാശത്തിന് കീഴെ ജീവിക്കുന്ന സകല മനുഷ്യരും അവർ നശിക്കുകയാണ്. അന്നുള്ള മുഴുവൻ ആളുകളും ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. വഅദിനത്തിൽ റബ്ബിഹാ വഹുഖത്ത്, ആകാശം അതതിന്റെ നാഥന് ചെവി കൊടുത്തിരിക്കുന്നു. അദിന എന്ന് പറഞ്ഞാൽ ഉദിന് ചെവിയാണ്. ആകാശത്തിനോട് പൊട്ടിപ്പിളരാൻ പറയുമ്പോൾ ആകാശം പൊട്ടിപ്പിളരും. റബ്ബിന്റെ കൽപ്പനക്ക് അത് ചെവി കൊടുത്തു. അതിനത്ത് കേട്ടു. വഹുഖത്ത്, അതതിനെ കടപ്പെട്ടതാണ് ദാനം. ആകാശം അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ, അള്ളാന്റെ കൽപ്പന അംഗീകരിക്കാൻ അതിന് ഹക്കുണ്ട്, കടപ്പാടുണ്ട്. അത് കടപ്പെട്ടിരിക്കുന്നു. അത് കൃത്യമായി അള്ളാന്റെ ആ ആകാശത്തിന്റെ റബ്ബിന്റെ കൽപ്പന അതനുസരിക്കും. വഇദൽ അർളു മുദ്ദത്ത്, ഭൂമി നീട്ടപ്പെട്ടാൽ, ഭൂമിയുടെ പ്രത്യേകത ആ ഭൂമിയുടെ സാന്ദ്രതയാണ്. എന്തുകൊണ്ടാണ് ഭൂമിക്ക് മുകളിൽ കെട്ടിടങ്ങൾ, വലിയ വലിയ ആകാശം മുട്ട നിൽക്കുന്ന കെട്ടിടങ്ങൾ ഭൂമിക്ക് മുകളിൽ എങ്ങനെ നിലനിൽക്കുന്നു? ഭൂമിയുടെ സാന്ദ്രതയാണ്, അതിൻ്റെ ഉറപ്പാണ്. എങ്കിൽ ആ ഭൂമി അത് നീട്ടപ്പെടും. ഒരു റബ്ബർ വലിച്ചു നീട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമി അതുപോലെ വലിച്ചു നീട്ടപ്പെടും. വലിച്ചു നീട്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള പടുകൂറ്റൻ കെട്ടിടങ്ങളും മറ്റുള്ള എല്ലാ വസ്തുക്കളും ഭൂമിക്ക് മുകളിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും തകർന്നു വീഴും. വഇദൽ അർളു മുദ്ദത്ത്, ഭൂമി നീട്ടപ്പെട്ടാൽ, വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഭൂമി നീട്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് ആ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം വീണു പോകും. വതഖല്ലത്, ഭൂമി കാലിയാകും. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്, ഭൂമി അതിന്റെ റബ്ബിന് ചെവി കൊടുത്തിരിക്കുന്നു. വീണ്ടും അല്ല ആവർത്തിക്കുക, ആകാശത്തെപ്പറ്റി പറഞ്ഞ പോലെ വഅദിനത് ലിറബ്ബിഹാ, ഭൂമി അതിന്റെ റബ്ബിന് ചെവി കൊടുത്തിരിക്കുന്നു, കേട്ടിരിക്കുന്നു എന്നർത്ഥം. വഹുഖത്, അതതിന് കടപ്പെട്ടതാണ് ദാനം. ഭൂമിന്റെ ഹക്കാണ്. ഭൂമിന്റെ റബ്ബ് എന്ത് പറഞ്ഞോ അത് ചെയ്യാം. ഇത് പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യരെ വിളിക്കണം. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാക്കി, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു. ആകാശത്തിന് കീഴെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ കഠിനാധ്വാനം നടത്തുകയാണ്. പലതും മറന്നിട്ടാണ്. ദുനിയാവിന് വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. കുടുംബത്തിന്റെ ഐശ്വര്യം, നാടിന്റെ ഐശ്വര്യം, വീട്ടിന്റെ ഐശ്വര്യം, എല്ലാറ്റിനും വേണ്ടി മനുഷ്യൻ സ്വന്തം ആരോഗ്യം മറന്ന്, സമയം മറന്ന്, ഉത്തരവാദിത്വം മറന്ന് മനുഷ്യൻ ഓടുകയാണ്. അള്ളാഹ് പറയാണ്, മനുഷ്യനെ വിളിച്ചിട്ട് പറയാ, ഈ നെട്ടോട്ടത്തിനിടക്ക് നീ വീണുപോകും.
ഫമുലാഖി, പിന്നെ നിന്റെ റബ്ബിനെ നിനക്ക് കണ്ടുമുട്ടണം. മടക്കം റബ്ബിലേക്കാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് നീ. ആ ഓർമ്മ വേണം. അത് മറന്ന് ഭൂമിയിൽ ഓടണ്ട, അത് മറന്നുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കേണ്ട. മനുഷ്യൻ അധ്വാനിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്യാണ്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. കാരണം എന്താണെന്നറിയോ? ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ രാവും പകലും അവന്റെ ആയുസ്, അവന്റെ രഹസ്യവും പരസ്യവും കണക്ക് പറയാനുള്ളതാ. ആകാശത്തിന് കണക്ക് പറയണ്ട, ഭൂമിക്ക് കണക്ക് പറയണ്ട, മരങ്ങൾക്ക് കണക്ക് പറയണ്ട, ജീവജാലങ്ങൾക്ക് ജന്തുക്കൾക്ക് കണക്ക് പറയണ്ട. എങ്കിൽ മനുഷ്യർക്ക് കണക്ക് പറയണം. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലതു കൈയിൽ കിട്ടും അവന്റെ ജീവിതമാകുന്ന രേഖ. അവന്റെ മണിക്കൂറുകൾ, ആയുസ്, രാവും പകലും, രഹസ്യവും പരസ്യവും അടങ്ങിയ അവന്റെ ജീവിത രേഖ അത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കൃത്യമായി രേഖയാണ്. ആ രേഖ വലതു കൈയിൽ കിട്ടും ചില ആളുകൾക്ക്. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവൻ രക്ഷപ്പെടും. ഫസൗഫ, ശേഷം യുഹാസബു, അവൻ വിചാരണ ചെയ്യും. ഹിസാബൻ യസീറ, ലളിതമായ ഒരു വിചാരണ. ഹിസാബൻ യസീറ, ഒരു ചെറിയ വിചാരണ. സഹോദരങ്ങളെ, ആയത്ത് കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് ചില അദബുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടുപോയാൽ പോരാ. ഖുർആൻ കേൾക്കുമ്പം, ഇമാമമാർ ഓതുന്നത് കേൾക്കുമ്പം, നമ്മൾ ഓതുമ്പോൾ നമുക്ക് ചില അദബുകളുടെ മര്യാദ. അതെന്താ? സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് വരുമ്പോൾ സ്വർഗം ചോദിക്കണം. നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് വരുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം. ഇവിടെ ഹിസാബിനെ പറ്റിയാ പറഞ്ഞത്. ആഗ്രഹല്ലേ? അല്ലാഹ് പറയാണ് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. മറന്നു പോകരുത്, പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഈ ആയത്ത് കേൾക്കുമ്പോഴൊക്കെയും നമ്മൾ പറയണം, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. പടച്ചോനെ, എനിക്ക് ലളിതമായ ഒരു വിചാരണ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ സ്വർഗത്തിലെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലും. അവന്റെ സ്വന്തത്തിലേക്ക്, കുടുംബത്തിലേക്ക്, അഹ്ലിലേക്ക് സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലും. വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ അദ്ഹരി, എന്നാൽ മുതുകിലൂടെ, പിൻവശത്തുകൂടി ഗ്രന്ഥം നൽകപ്പെടുന്നവർ, ഫസൗഫ യദ്ഉ സുബൂറ, ശേഷം പിന്നാലെ നാശത്തെ വിളിച്ചുകൊണ്ട് അവൻ കരയും. വയസ്ലാ സഈറ, അവൻ നരകത്തിൽ കടന്നെരിയും. നാശത്തെ വിളിച്ച് കരയും, നാശത്തെ വിളിച്ച് കരയും. നരകത്തിൽ അവൻ കടന്നെരിയും. വയസ്ലാ സഈറ. ഇന്നഹു, കാരണം അവൻ, കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവന്റെ കുടുംബത്തിൽ അവൻ സന്തുഷ്ടനായിരുന്നു. സഹോദരങ്ങളെ, രണ്ട് അഹ്ലിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് അഹ്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തും ചിലർ. ആ കുടുംബം സ്വർഗത്തിൽ ഒരുമിക്കും. അവന്റെ അഹ്ലിലേക്ക് സന്തോഷത്തോടെ അവൻ തിരിച്ചു ചെല്ലും, വലതു കൈയിലെ കിതാബുമായി. മറ്റൊരു വിഭാഗം അവര് ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, നാശത്തെ വിളിച്ച് കരയുന്നു പരലോകത്ത് വെച്ച്. കാരണം മരിക്കുവോളം ദുനിയാവിൽ അവന്റെ കുടുംബത്തിൽ സന്തുഷ്ടനായിരുന്നു. അവന്റെ മനസ്സ് നിറയെ കുടുംബത്തിന്റെ സന്തോഷം, കുടുംബത്തിന്റെ നേട്ടം, കുടുംബത്തിന്റെ അനുഭൂതികൾ, കുടുംബത്തിന്റെ സൗകര്യങ്ങൾ, ഇത് മാത്രമായിരുന്നു. അതിനുവേണ്ടിയാ ഓടിയതൊക്കെ, അതിനുവേണ്ടി അധ്വാനിച്ചതൊക്കെ, എല്ലാം അതിനുവേണ്ടി. കുടുംബം മാത്രമായിരുന്നു മനസ്സ് നിറയെ. കുടുംബത്തിന് സന്തോഷം ഉണ്ടാകണം, നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല യാത്ര, നല്ല വാഹനം, ഇതൊക്കെ അവനാന്റെ കുടുംബത്തിന് അതൊക്കെ ഉണ്ടാവണം. മറ്റുള്ളവരെ നോക്കിയിട്ട് ആ കുടുംബത്തെക്കാൾ എൻ്റെ കുടുംബം, ആ കുടുംബത്തിലെ മക്കളെക്കാൾ എൻ്റെ കുടുംബം, അവർ പഠിക്കുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് പഠിക്കുന്നു, അവരെക്കാൾ സുഖമായിട്ട് ജീവിക്കുന്നു. ചിലർക്കത് മാത്രമാണ് മനസ്സ് നിറയെ, സ്വന്തം കുടുംബത്തിന്റെ ദുനിയാവിന്റെ സന്തോഷം മാത്രം. അല്ലാഹ് പറയാ, നാശത്തെ വിളിച്ച് കരയും. എന്താ കാരണം എന്നറിയാം? അവർ ജീവിച്ചത് ബല ഇന്നഹു ലന്ന അല്ലൻ യഹൂറ, മടങ്ങിച്ചെല്ലണം എന്ന് അവർക്ക് ചിന്തയേ ഇല്ലായിരുന്നു. അവൻ വിചാരിച്ചത് ഞാൻ മടങ്ങി വരുന്നവനേ അല്ല എന്നാണ്.
ഈ ഓട്ടത്തിനിടക്ക്, ഈ യാത്രക്കിടക്ക്, ഈ കുടുംബത്തിനൊക്കെ ഒരുക്കി കൊടുക്കുന്നതിനിടക്ക് അവന് തിരിച്ചു വിളിക്കും, പോണ്ടി വരും. ആരുണ്ടാവൂല. 4 മക്കളുള്ള ഒരു വാപ്പ സൗദി അറേബ്യയിൽ വർഷങ്ങളായി ജോലി ചെയ്ത് ഒരു നല്ല വീടുണ്ടാക്കി, ഒരു നല്ല സ്ഥലം വാങ്ങി ഒരു നല്ല വീടുണ്ടാക്കി, ആ വീട്ടിൽ താമസിക്കാൻ ഡേറ്റ് നിശ്ചയിച്ച് എല്ലാ പണിയും തീർത്ത് താമസിക്കുന്നതിന് മുമ്പ് ഭാര്യനെയും മക്കളെയും ഒന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോയതാ. ഇവിടെ വീട് താമസിക്കാൻ പോവാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് ഭാര്യനെയും മക്കളെയും ഒന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകണമെന്ന്. സൗദിയിലേക്ക് കൊണ്ടുപോയി മക്കളെ. ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോവുകയാണ്. റിയാദിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ആ കാറിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചു. ആലോചിക്കണം നിങ്ങൾ, മുഴുവൻ ആളുകളും മരിച്ചു. ഒരു മേൽക്കബറും 6 അകക്കബറും. ഒരു മേൽക്കബറിന് കീഴെ 6 അകക്കബർ. ഇന്ന് ആ വീട്ടിൽ താമസിക്കാൻ ആളില്ല, ഒരാൾ പോലുമില്ല, എല്ലാവരും കബറില. വർഷങ്ങളെടുത്ത് പണിത വീട്, പ്ലാൻ വരച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയ വീട്, ആ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ താമസിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ വീട്ടിലാ. 1 മണിക്കൂർ കൊണ്ട് കബർ കുഴിക്കുന്നവൻ നിർമ്മിച്ച വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത്. അതുകൊണ്ട് മറക്കണ്ട. അല്ലാഹ് പറയാ, ഇന്നഹു ലന്ന അല്ലൻ യഗൂറ. ന്യായങ്ങളുണ്ട് നമുക്ക്. എന്താ ജമാഅത്തിന് പള്ളിയിലെത്താത്തത്? എന്താ ജുമാക്ക് കൃത്യത്തിന് ബാങ്ക് കൊടുക്കണ മുമ്പിലെത്താത്തത്? എന്താണ് എത്താത്തത്? പല കാരണങ്ങളുണ്ട്. ഒക്കെ ദുനിയാവാണ്, എല്ലാം ദുനിയാവ്. ഓടുകയാണ് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. എന്നാ കേട്ടോളൂ, അല്ലാഹ് പറയാ, ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. നിന്റെ റബ്ബ് കൃത്യമായി നിന്നെ കണ്ടറിയുന്നുണ്ട്. നമ്മുടെ ഓരോന്നും അള്ളാഹു കണ്ടറിയുന്നുണ്ട്. രഹസ്യവും പരസ്യവും കണ്ടറിയുന്നുണ്ട്. നമ്മളെ അമലുകളെ കണ്ടറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ കണ്ടറിയുന്നുണ്ട്. നമ്മളെ പ്രവർത്തനങ്ങളെ കണ്ടറിയുന്നുണ്ട് റബ്ബ്. എന്നിട്ട് അല്ലാഹ് പറയാ, മനോഹരമായ ഉദാഹരണം, ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. അസ്തമയ ശോഭയെക്കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു. അസ്തമയ ശോഭയെക്കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു. സൂര്യൻ അസ്തമിച്ചാൽ ഒരു ശോഭ കാണാം, മനോഹരമാണ്. എന്താണ് അതിന്റെ വർണ്ണം, എന്താണ് അതിന്റെ സൗന്ദര്യം? പക്ഷേ ആയുസ്സില്ലല്ലോ, ആയുസ്സില്ല. അസ്തമയ ശോഭ മിനിറ്റുകൾ കൊണ്ട് അസ്തമിക്കും. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. അസ്തമയ ശോഭയെക്കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു. ഈ അസ്തമയ ശോഭ കാണുന്നവർക്ക് അള്ളാന്റെ ഈ ആയത്ത് ഓർമ്മ വരണം. അസ്തമയ ശോഭയുടെ ഭംഗി, ഈ ദുനിയാവിന്റെ ഭംഗിയും അലങ്കാരവും ചമയങ്ങളും വർണ്ണങ്ങളും, സഹോദരങ്ങളെ, അത് നൈമിഷികമാണ്, നിലനിൽക്കുന്നതല്ല. അള്ളാഹ് പറയാണ്, അസ്തമയ ശോഭയെക്കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു. അള്ളാന്റെ കലാമാണ് സഹോദരങ്ങളെ. ആ അസ്തമയ ശോഭ മനോഹരമാണ്, പക്ഷേ ആയുസ്സില്ല അതിന്. വല്ലൈലി, രാത്രിയെക്കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. വമാ വസക്, അത് ഒന്നിച്ച് ചേർക്കുന്നവയെക്കൊണ്ടും. രാത്രി ഒന്നിച്ച് ചേർക്കുന്നവയെക്കൊണ്ട്. എന്താണ് രാത്രിയിൽ ഒന്നിച്ച് ചേരുക എന്ന് പറഞ്ഞാൽ, പ്രഭാതത്തിൽ കൂട് വിട്ടു പോകുന്ന പറവകൾ, പക്ഷികൾ, അതതിന്റെ കൂട്ടിലേക്ക് എത്തുകയാണ്. ജന്തുജാലങ്ങൾ, വീട് വിട്ടു പോകുന്ന ജീവജാലങ്ങൾ രാത്രി അതിന്റെ കൂട്ടിലേക്ക് എത്തുകയാണ്. ജോലിക്ക് പോകുന്ന മനുഷ്യൻ അതെല്ലാം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. വല്ലൈലി വമാ വസക്, രാത്രിയെക്കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. ആ രാത്രിയിൽ ഒരുമിച്ച് ചേർക്കുന്നവയെക്കൊണ്ടും ഒരു കുടുംബമുണ്ട് നിനക്ക്. നിന്റെ അധ്വാനം, നിന്റെ കഷ്ടപ്പാട്, നിന്റെ മനോവേദനകൾ, നിന്റെ മാനസിക സമ്മർദ്ദങ്ങൾ, ടെൻഷൻ എല്ലാം കുടുംബത്തിന് വേണ്ടി, വീടിന് വേണ്ടിയാണെങ്കിൽ അതെല്ലാം ഉപകാരപ്പെടുന്ന, അതിന്റെ അടയാളങ്ങൾ കാണുന്ന ഒരു കുടുംബം നിനക്കുണ്ടാകണം. അതാണ് രാത്രിയും കുടുംബവും തമ്മിലുള്ള ബന്ധം. ഒരു വാപ്പ രാത്രിയിലെത്തി മക്കളെ പഠനം, മക്കളെ വിദ്യാഭ്യാസം, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, ഭാര്യന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ, വർത്തമാനങ്ങൾ പറയാൻ, അവളെ പ്രയാസം എന്താണ്, അവളെ ബുദ്ധിമുട്ടെന്താണ്, അവളെ കഷ്ടപ്പാടെന്താണ്, വീട്ടിലേക്ക് ആവശ്യമുള്ള സംഗതികൾ, ഇതൊക്കെ നോക്കണം. ഹക്ക് ചെയ്തോന്ന് നോക്കണം. ഭാര്യനോടുള്ള ഹക്ക്, മക്കളോടുള്ള ഹക്ക്, ഇതെല്ലാം ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നിർവഹിക്കണം. ഒരു വീടാണ്, ഒരു കുടുംബമാണ് സഹോദരങ്ങളെ. വൽ ഖമരി ഇദത്തസക്, വൽ ഖമരി ഇദത്തസക്,
ചന്ദ്രനെ കൊണ്ടും സത്യം അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ. എന്താണ് പറഞ്ഞത്? കണ്ടില്ലേ നിങ്ങൾ, ചന്ദ്രൻ ഒരു ചെറിയ വര പോലെ, പിന്നീടത് വലുതായി വലുതായി വന്ന് 14-15 ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണ ചന്ദ്രനായി, പിന്നെ അത് ക്ഷയിക്കാൻ തുടങ്ങി. ഇതല്ലേ മനുഷ്യന്റെ ജീവിതം? ഇതല്ലേ മനുഷ്യന്റെ ജീവിതം? ഈ ചന്ദ്രനെ കാണുന്ന, ചന്ദ്രന്റെ വൃദ്ധിക്ഷയം കാണുന്ന, അതിന്റെ വളർച്ചയും തളർച്ചയും കാണുന്ന മനുഷ്യരുള്ള പറയാ, ലതർകബുന്ന തബകൻ അൻ തബക്, ലതർകബുന്ന തബകൻ അൻ തബക്. തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തിന് ചില ഘട്ടങ്ങളുണ്ട്. ഇറക്കമുണ്ട്, കയറ്റമുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, സന്താപങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ചിരിയും കരച്ചിലുമുണ്ട്. ലതർകബുന്ന തബക്കൻ അൻ തബക്. ചിരിക്കുന്ന വീട്ടിലേക്ക് കരച്ചിൽ കൊണ്ടുവരും റബ്ബ്. ചിരിക്കുന്ന വീട്ടിലേക്ക് കരച്ചിൽ കൊണ്ടുവരും റബ്ബ്. സന്തോഷത്തിന്റെ വീട്ടിലേക്ക് സങ്കടങ്ങൾ കൊണ്ടുവരും റബ്ബ്. അതൊരു ടെക്സ്റ്റ്, ഒരു പരിശോധനാ ഫലമായിരിക്കാം, ഒരു രോഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായിരിക്കാം, ഒരു മരണവാർത്തയായിരിക്കാം, ഒരു തകർച്ചയായിരിക്കാം. അല്ലാഹ് പറയാ, ലതർകബുന്ന തബക്കൻ അൻ തബക്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം, ഫമാലഹും ഫമാലഹും ലാ യുഅ്മിനൂൻ. ഫമാലഹും, അവർക്കെന്തു പറ്റി? റബ്ബിന്റെ ചോദ്യ, റഹ്മാനായ റബ്ബിന്റെ ചോദ്യ നമ്മളോട്. വമാലഹും, അവർക്കെന്തു പറ്റി? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലല്ലോ, അവർക്ക് ഈമാനില്ലല്ലോ. ലാ യുഅ്മിനൂൻ, എന്താണ് അവർക്ക് ഈമാനില്ലാത്തത്? എന്താണ് അവർക്ക് വിശ്വാസമില്ലാത്തത്? അവർക്കെന്തു പറ്റി? ഫഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ ലാ യസ്ജുദൂൻ, എന്താണ് അവര് സാഷ്ടാംഗം നമിക്കാത്തത്? സഹോദരങ്ങളെ, ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ആകാശം ചെവി കൊടുത്തു, ഭൂമി ചെവി കൊടുത്തു അള്ളാഹിന്റെ കൽപ്പനക്ക്, അല്ലെ? നമ്മൾ മാത്രമാ ചെവി കൊടുക്കാത്തത്. റബ്ബിന്റെ കലാമിനോട്, റബ്ബിന്റെ വാക്കിനോട്, റബ്ബിന്റെ കലാമിനോട് ചെവി കൊടുക്കാത്തത് നമ്മളാണ്. അള്ളാഹ് പറഞ്ഞു, ചെവി അടച്ചു വെച്ചിട്ടുണ്ടവർ, ചെവികൾക്കുമേൽ അടപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഖുർആനിലെ എത്ര ആയത്തുകൾ നമുക്ക് മനഃപ്പാടമുണ്ട്. എന്താണ് സഹോദരങ്ങളെ സാഷ്ടാംഗം നമിക്കുക എന്ന് പറഞ്ഞാൽ? അനുസരിച്ച്, അംഗീകരിച്ച് റബ്ബിന്റെ മുന്നിൽ വീഴുകയാണ്, അല്ലെ? അനുസരണയുടെ അംഗീകാരത്തിന്റെ അങ്ങേ അറ്റത്ത് പ്രകടനമാണ് സുജൂദ് റബ്ബിന്റെ മുന്നിൽ. അള്ളാഹ് ചോദിക്കുക, എന്താണ് ഈ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യാത്തത്? ഇതൊക്കെ കേട്ടിട്ട് ഹൃദയത്തിലേക്ക് വന്ന് റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് നമ്മൾ വീഴണം സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾ റബ്ബിനോട് പറയണം, അല്ലാഹുവേ, നീയാണ് എനിക്ക് കണ്ണ് നൽകിയത്, എന്റെ കാതിനെയും എന്റെ കണ്ണിനെയും കീറിയത് നീയാണ് റബ്ബേ. നിന്റെ ശക്തി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും നീ എത്ര മനോഹരമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എത്ര മനോഹരമായി നീ സൃഷ്ടിച്ചു. എന്റെ കാത് കീറി, എന്റെ കണ്ണ് കീറി റബ്ബേ, നിന്റെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും എന്റെ മുഖത്തെ ഞാനിതാ സാഷ്ടാംഗം നമിച്ചിരിക്കുന്നു, വെച്ചിരിക്കുന്നു. അല്ലാഹു മക്തുബിലി ബിഹാ ഇൻദക അജ്റ വലഅനി ബിഹാ വിസ്റ വതഖബ്ബൽഹാ കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. അല്ലാഹു മക്തുബിലി ബിഹാ ഇൻദക അജ്റ, എനിക്ക് കൂലി രേഖപ്പെടുത്തു പടച്ചോനെ. വലഅനി ബിഹാ വിസ്റ, എന്റെ പാപങ്ങൾ പുറത്തു കൊണ്ട് പടച്ചോനെ. വജഅൽഹാ ഇൻദക ദുഖറ, നിന്റെ അടുക്കൽ ഒരു വലിയ സമ്പാദ്യമാക്കി മാറ്റിക്കൊണ്ട് നിന്റെ നന്ദി കാണിക്കുന്ന അടിമ ആ ദാവൂദ് നബിയിൽ നിന്ന് നീ കബൂൽ ചെയ്ത പോലെ എന്നിൽ നിന്ന് കബൂൽ ചെയ്യപ്പെടച്ചോനെ. സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല. എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, എന്റെ റബ്ബിന്റെ വാഗ്ദാനം നടപ്പിൽ വരിക തന്നെ ചെയ്യും. സൂറത്ത് ഇസ്രാ സജദയുടെ സുജൂദിനെ കുറിച്ച് പറഞ്ഞ വാക്ക്. ബലില്ലദീന കഫറു യുകദിബൂൻ, എന്നിട്ടും അവിശ്വാസികൾ നിഷേധിച്ച് തള്ളുകയാണ്. വല്ലാഹു അഅലമു ബിമാ യുഊൻ, അവർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത് എന്തൊക്കെയാണോ അള്ളാഹു അതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് സ്വർഗസ്ഥനാകുന്നത്? ആരാണ് സ്വർഗത്തിലെത്തൽ? ആരാ സ്വർഗത്തിലെത്തൽ? ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടാകണം, വിശ്വസിക്കണം, അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടായിരിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. വഅമിലു സ്വാലിഹാത്തി. നാട്ടിൽ ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് നന്മ ചെയ്ത് ജീവിച്ചു പോയ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ നന്മകൾ ചെയ്തത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുന്ന എവിടെ പറഞ്ഞ്?
അതാര് എഴുതി പ്രസിദ്ധീകരിച്ചാലും, ഏത് വലിയവൻ എഴുതി പ്രസിദ്ധീകരിച്ചാലും, ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടാലും, എത്ര വലിയ നന്മകൾ ചെയ്ത ആളുകളാണെങ്കിലും അവരൊക്കെ സ്വർഗത്തിലാണെന്ന് പറയാൻ, ഒരാൾ സ്വർഗത്തിലാണ് എന്ന് പറയാൻ മാനദണ്ഡമുണ്ട്. അതങ്ങോട്ട് പറയാനൊന്നും പറ്റൂല. അത് മുൻ മന്ത്രി ആയാലും വേണ്ടില്ല, MLA ആയാലും വേണ്ടില്ല, ആരായിരുന്നാലും വേണ്ടില്ല. സ്വർഗത്തിൽ ആര് കിടക്കും അത് പറയേണ്ടത് അള്ളയാണ്. സ്വർഗത്തിൽ ആര് കിടക്കും എന്ന് പറയേണ്ടത് അള്ള പറഞ്ഞിട്ടുണ്ട്. എത്ര ആയത്തുകളാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. വിശ്വസിക്കണം, കർമ്മങ്ങൾ ചെയ്യണം, മുസ്ലിമാവണം, മുസ്ലാം അംഗീകരിക്കണം. ഇസ്ലാം അല്ലാത്ത ഒന്നും അള്ള കബൂൾ ചെയ്യൂല. അതെന്തേ പഠിക്കാതെ പോയത്? ഇത്രയും വലിയ പണ്ഡിതനും പ്രാസംഗികനും ഒക്കെ ആയതുകൊണ്ട് കാര്യമായോ? അള്ളാഹു സ്വീകരിക്കുന്നത് ഇസ്ലാം അല്ലാത്ത ഒന്നും അള്ള സ്വീകരിക്കൂല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് മരിക്കണം. എന്നാൽ തന്നെ സ്വർഗം കൊടുക്കണം പടച്ചോനെ തീരുമാനിക്കുക. നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ കുറെ നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്തു, തിന്മകളൊന്നും ചെയ്യണില്ല, നമ്മളൊന്നും കാണുന്നില്ല. അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ല, അയാൾ സ്വർഗത്തിലാന്ന് പറയാൻ പറ്റൂല. ഇത് ഇസ്ലാമാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. വിശ്വസിക്കണം, അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യണം. ലഹും അജ്റുൻ ഗൈറു മംനൂൻ. ലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്, തടയപ്പെടാത്ത പ്രതിഫലമുണ്ട്. അവർക്കാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ആരെത്തുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം അത് സ്വർഗം മാത്രമായിരിക്കണം. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞ് മുസ്ലിമായി ജീവിക്കണം. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആൻ പഠിക്കണം, ഓരോ സൂറത്തുകളും പഠിക്കണം, അത് തദബ്ബുർ ചെയ്യണം, അതിനെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു വരണം, അത് പഠിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചെറിയൊരു വിചാരണയിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ കൊണ്ട് പറ്റുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായിട്ടാണ്, പള്ളിയുമായിട്ടാണ്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും അവൻ ഇരിക്കാനും അവൻ സന്ദർശിക്കാനും അവന് വന്നിരിക്കാനും അവൻ സ്വീകരിക്കേണ്ട സ്ഥലം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങാടികളാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അള്ളാഹിൻ്റെ പള്ളിയാണ്. പള്ളിയുമായി മുഅല്ലക്കാവുക എന്ന് പറയുന്നത് ഈമാൻ്റെ അടയാളാണ്. പള്ളിയുമായി മുഅല്ലക്ക, ഒഴിവുള്ള സമയത്തൊക്കെ പള്ളിയിൽ വരിക, പള്ളിയിൽ ഇരിക്കുക, പള്ളിൻ്റെ കാര്യങ്ങൾ നോക്കുക, പള്ളിയുമായി ബന്ധപ്പെടുക. അത് പള്ളിക്കൊരു കമ്മിറ്റി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാകലല്ല. പള്ളിയുമായി നമ്മളെല്ലാവരും ബന്ധപ്പെടണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു 10 പൈസ നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആലോചിക്കൽ, നമ്മളെ വീടിന് എവിടെയെങ്കിലും ചെന്തെങ്കിലും തരാറുണ്ടെങ്കിൽ അതൊന്ന് നന്നാക്കണം, ഈ സൗകര്യം കൂട്ടണം, ഇതൊന്ന് സൗകര്യപ്പെടുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ? നമ്മളെ സ്വന്തം വീട്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ആ ചിന്ത ഇല്ലാത്തത്. അള്ളാഹിൻ്റെ വീട് നമ്മളെ വീടിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് സഹോദരങ്ങളെ. കാരണം നമ്മൾ ഉണ്ടാക്കിയൊരു വീടും സ്ഥിരമല്ല, നമ്മൾ ഉണ്ടാക്കിയൊരു വീടും ശാശ്വതമല്ല. നമുക്ക് സ്വർഗത്തിൽ റബ്ബ് പണിത് തരുന്ന വീടുണ്ട്, റബ്ബ് പണിത് തരുന്ന സ്ഥിരമായ വീടുണ്ട്, മാറ്റമില്ലാത്ത വീടുണ്ട്. ആ വീട് കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ വീടുമായിട്ട് ബന്ധം വേണം. അള്ളാഹിൻ്റെ വീടുമായിട്ട് ബന്ധമുള്ളവർക്കാണ് സ്വർഗത്തിൽ അള്ളാഹ് നിർമ്മിച്ചു തരും വീട്, നമുക്ക് വീട് നിർമ്മിച്ചു തരും. ആ വീട്ടിലേക്കുള്ള വീട് താമസം വരെ ഖുർആനിൽ മനോഹരമായി അള്ളാഹ് പറയുന്നുണ്ട്. വീട് താമസത്തിൻ്റെ അവസ്ഥകൾ വരെ ഖുർആനിൽ കാണാൻ സാധിക്കും, സൂറത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. ആ വീട്ടിലേക്ക് അതാഗ്രഹിക്കണം നമ്മളെ വീട്ടുപടിയിൽ നിന്ന്. സഹോദരങ്ങളെ, നമ്മൾ വീടുണ്ടാക്കി, ആ വീട് നമുക്കിഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് ആദ്യം വാതിൽ തുറപ്പിച്ച് നമ്മളങ്ങോട്ട് കടന്നു. അങ്ങോട്ട് കടന്ന് നമ്മൾ ആ വീട് വിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങി നമ്മളെ മയ്യത്ത് പോകുന്നൊരു ദിവസമുണ്ട്, മറക്കരുത്. വീട്ടിലേക്ക് കയറിയ ദിവസം മാത്രം ഓർത്താൽ പോരാ, ആ കയറിയ വാതിൽ വീട് തുറന്ന് വീട്ടിൻ്റെ പടി ഇറങ്ങി നമ്മളെ മയ്യത്ത് പോകും. നമുക്ക് എന്നും കിടക്കാനുള്ള വീട്,
അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാന്റെ വീടുമായിട്ടൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കണം. നമുക്കിവിടെ നമ്മുടെ പള്ളിയുടെ അസൗകര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇപ്പുറത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മഗ്‌രിബിന് ശേഷം ഒരു ഷൂറ ഇവിടെ പള്ളിയിൽ കൂടുന്നുണ്ട്. ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നു, നമ്മളെക്കൊണ്ട് ആ ഒരു സാന്നിധ്യം സഹോദരങ്ങളെ, ആ ഷൂറയിൽ പങ്കെടുത്താൽ ഒരു പള്ളി അതിൻ്റെ തുടക്കക്കാർ നമ്മളായി മാറിയാൽ ഉള്ള ഗുണം എന്താണെന്നറിയോ? ഈ പള്ളിയുടെ തുടക്കക്കാർ പലരും മരിച്ചുപോയി. അവർ ഇന്ന് അതിൻ്റെ സുഖം അനുഭവിക്കുകയാണ് അവരുടെ ഖബറിൽ. ഇപ്പം പലരും ജീവിച്ചിരിക്കുന്നു. അവർക്കും പ്രതീക്ഷിക്കാനുള്ളത് അത് തന്നെയാണ്, തുടക്കക്കാരായതാണ്. ഇതാ ഇനിയും ഒരു നമ്മുടെ പള്ളിയുടെ ഒരു പുതിയ ഒരു അവസ്ഥയിലേക്ക് ഇതിൻ്റെ ഒരു പുനർപ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ നമ്മൾ കൂടി അതിൻ്റെ തുടക്കക്കാരായാൽ ഒരു ഹൈറായ കാര്യത്തിന് അതിൻ്റെ ആദ്യക്കാരനായി നമ്മൾ മാറിയാൽ ആരൊക്കെ ആ ഖൈറിൽ ഏതൊക്കെ കാലമുണ്ടോ ആ ചെയ്യുന്ന അതേ കൂലി നമുക്ക് കിട്ടും. ഒരു സുജൂദ് 10 ആൾ സുജൂദ് ചെയ്താൽ ആ 10 സുജൂദിന്റെ കൂലി സഹോദരങ്ങളെ നമുക്ക് കിട്ടും, നമ്മളെ ഖബറിലേക്ക് കിട്ടും. വേണ്ടേ? വേണമെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ആളുകളായിട്ട് മാറാൻ കഴിയണം. ഇതിന്റെ ഷൂറയിൽ പങ്കെടുക്കണം. ഇന്ന് മഗ്‌രിബിന് ശേഷം എല്ലാവരും എത്തണം. ഇത് കൂടിയാലോചനയിൽ ആ ഷൂറയിൽ എല്ലാവരും പങ്കാളികളാകണം സഹോദരങ്ങളെ. അങ്ങനെ പങ്കാളിയായാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടങ്ങുന്ന തുടക്കക്കാരൻ എന്ന പ്രതിഫലം ഈ പള്ളിയിൽ വരുന്ന ആയിരക്കണക്കിന് സുജൂദുകൾ അതിന്റെ കൂലി നമ്മളെ ഖബറിലേക്ക് പരലോകത്തേക്ക് സഹോദരങ്ങളെ നമുക്ക് വരും. റബ്ബ് നമുക്കുണ്ടാക്കി തന്ന ഓഫറുകളാണ് ഇതൊക്കെ. ഇതൊന്നും വേണ്ടാന്ന് വെക്കരുത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ആ മീറ്റിംഗിൽ നിർബന്ധമായിട്ടും എല്ലാവരും നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ട ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുന്ന ആദ്യത്തെ ഷൂറയിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അതിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറുകൾക്കും സാക്ഷികളാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാകും മിൻഹും والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.